കേരളം ധന ഉത്തരവാദിത്വ നിയമം പാസാക്കിയ സംസ്ഥാനമാണ്. 2019-20, 2020-21 സാമ്പത്തിക വർഷങ്ങളിൽ ധനക്കമ്മി ഈ നിയമത്തിൽ നിഷ്കർഷിച്ച പരിധിക്കുള്ളിൽ കേരളം നിലനിർത്തിയിട്ടുണ്ട്. 2020-21 കോവിഡ്-19 അസാധാരണ സാഹചര്യത്തിൽ ധനക്കമ്മിയുടെ പരിധി രാജ്യമാകെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിന്നും 5% കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. നിയമപ്രകാരം തന്നെ സംസ്ഥാനത്തിനുള്ള അവകാശങ്ങൾ നിലനിൽക്കെയാണ് കേന്ദ്ര ധനമന്ത്രാലയം ചില പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചത്. 2022 മാർച്ച് 31 കേന്ദ്ര ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അയച്ചു. സംസ്ഥാന സർക്കാർ നികുതിയുടെ നിശ്ചിത വിഹിതം നൽകുന്ന സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ ആകെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പകളായി കണക്കാക്കുമെന്നാണ് അതിലെ ഉള്ളടക്കം. തത്തുല്യമായ തുക സംസ്ഥാനത്തിൻ്റെ കമ്പോള വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറക്കുമെന്നും അതിൽ വ്യക്തമാക്കി. ഇത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളിൽ ഇല്ലാത്ത ഒന്നാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അംഗീകരിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം 281 പ്രകാരം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും മേശപ്പുറത്ത് വെച്ച് അംഗീകരിച്ചതാണ്. അതിനെയാണ് ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അട്ടിമറിച്ചത്. ഇത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഈ നടപടി വഴി കിഫ്ബി, KSSPL എന്ന് പറയുന്നൊരു പെൻഷൻ കമ്പനിയാണ്, ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ചൊരു കമ്പനിയായിരുന്നു. ഇത്തരം സംസ്ഥാന ഉടമസ്ഥയിലുള്ള സംരംഭങ്ങളെടുത്ത വായ്പകളെ കൂടി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ മുൻകാല പ്രാബല്യത്തോടെ ഉൾപ്പെടുത്തുകയാണ്. കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ വായ്പകൾ എന്നിവയുടെ എല്ലാം പേരിൽ വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി. 2021-22 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,000-ഓളം രൂപയാണ് വെട്ടിക്കുറച്ചത്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിലും ഈ വെട്ടിക്കുറവ് തുടരുകയാണ്. നടപ്പ് വർഷത്തിൽ 7,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുകകളെ കൂടി ഉൾപ്പെടുത്തി വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ മുൻകാല പ്രാബല്യം നൽകി കേന്ദ്രം നടപ്പിലാക്കി വരികയാണ്. ഇതിൽ തന്നെ പബ്ലിക് അക്കൗണ്ടിലെ അവസാന വർഷത്തെ കണക്കെടുത്താൽ തുകയിൽ കുറവ് വരും. ഇത് കണ്ടുകൊണ്ട് 3 വർഷത്തെ കണക്കിൻ്റെ ശരാശരി എടുത്താണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് വായ്പയുടെ വലിപ്പം വർദ്ധിപ്പിച്ച് കടമെടുപ്പ് പരിധി കുറക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഏത് വിധേനയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ വിധം പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽപ്പെടുത്തിയത് മൂലം 12,000 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചത്. സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്ര സർക്കാരിനില്ല.
ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചാണ് ഭരണഘടനാ വിരുദ്ധവും ധനക്കമ്മീഷൻ്റെ നിലപാടിന് വിരുദ്ധവുമായ ഈ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടാനും ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ കാര്യക്ഷമമായി സംരക്ഷിക്കാനും ആവശ്യമായ നിക്ഷേപം കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന സർക്കാർ കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡ് കിഫ്ബിയെ ശാക്തീകരിക്കുന്നത്. 84,454 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഇതുവരെ സംസ്ഥാനത്ത് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ കിഫ്ബി ലാഭകരമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തുന്നു എന്ന നിലപാടാണ് എടുക്കുന്നത്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, ഗിഫ്റ്റ് സിറ്റി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാനത്ത് വലിയ വികസനം സാധ്യമാക്കുന്ന പദ്ധതികളുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിനായി 16,108 കോടി രൂപ ചെലവാക്കുന്നതും ഇതേ കിഫ്ബി മുഖേനയാണ്. കൊച്ചി വാട്ടർ മെട്രോ, കെ-ഫോൺ തുടങ്ങിയ വൻകിട പദ്ധതികളിലെല്ലാം കിഫ്ബിയുടെ നിക്ഷേപമുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ വിജയകരമായി കമേഴ്സ്യൽ ഓപ്പറേഷൻ നടത്തുകയാണ്. ദീർഘകാല ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കിഫ്ബിക്കെതിരെ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് വലിയ കുപ്രചരണം നടത്തുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. ഇന്നത് 1,600 രൂപയാണ്. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന 5 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനങ്ങളിലായി 60 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈത്താങ്ങായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം മുടങ്ങാതെ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനത്തിനായി എടുക്കുന്ന വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ കടപരിധിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ നയം ജനവിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് മാത്രമേ കാണാനാവൂ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ കൈകടത്തലാണിത്.